ക്രൗഡ് കിട്ടോ ഉണ്ട് അവിടെ. ഞാനും ക്രൗഡും റിലേഷൻഷിപ്പിലൊന്നും അല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു, അവൻ അവൻ്റെ കാര്യം നോക്കി നടക്കുന്നു. അല്ലാണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ല, റിലേഷൻഷിപ്പ് ആകത്തും ഇല്ല. പിന്നെ നിങ്ങൾ കണ്ട വീഡിയോസിനകത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. മേരി പ്യാരി യൂട്യൂബേഴ്സ് യു. ഈ അപർണ കെ ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഇവിടെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തായതെന്നൊക്കെ കണ്ടുപിടിച്ച് വന്നതാണ്. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഓപ്ഷൻ തരാം. ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു സഹായം നിങ്ങൾക്ക് വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് കയ്യിൽ നിന്ന് പൈസ ചെലവില്ലാത്ത ഒരു പരിപാടിയില്ല, എന്നാൽ അതങ്ങോട്ട് ചെയ്തേക്ക്. പുള്ളിക്കാരിൻ്റെ പാസ്റ്റ് അത്ര കൊള്ളാവുന്നൊന്നുമല്ല, ഭയങ്കര സാഡ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്, അതാ വഴി പോട്ടെ. പിന്നെ നമ്മൾ പറയാൻ വന്നത് ഈ ക്രൗഡ് കിഡോ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ എക്സ് എങ്ങാനും ആയിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ വേർപെട്ടു എന്നൊക്കെയാണ് അവർ തന്നെ പറഞ്ഞു പരത്തിയേക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഗുരുവായൂർ വെച്ചിട്ട് ഏതോ ഒരാൾ അവരൊപ്പരമുള്ള വീഡിയോ എടുക്കുന്നു, അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. ശേഷം അവർ ഒരുമിച്ചല്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പു എന്ന് പറയുന്ന അപർണ കെ ഷാജി മെഴുകുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിക്കുള്ള ഞാൻ എന്ത് പറയാനാ, റിലേഷൻഷിപ്പിലല്ല, റിലേഷൻഷിപ്പ് ആവത്തില്ല. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വലിയ അടി നടന്നുകൊണ്ടിരിക്കും. ഒരു ചേച്ചി കിടന്ന്, പുള്ളിയുടെ പേര് ഞാൻ നോക്കിയില്ല, പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക നാടകം ഞങ്ങളെന്തോ നാടകം കളിച്ചു, ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ള എന്താ പറയുന്നത്. ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പറയും. നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശ്വാസമാവാൻ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവര് ഒരുമിച്ചല്ല എന്നൊക്കെയാണ് പറയുന്നത്, ഇവർ തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു വിസ്മയ തുമ്പത്തോ അങ്ങനെ ഏതൊരു മോഹൻലാലിൻ്റെ സിനിമയിൽ നയൻതാരേനെ മോഹൻലാലിന് മാത്രം കാണാൻ പറ്റുന്ന പോലെയാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല. കൂടെയുള്ള ഒരു പഞ്ചവർണ്ണ തത്തയുണ്ടല്ലോ, കളർക്കിളി, അതിന് മാത്രമേ ഇവർ രണ്ടുപേരെയും കോമൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കൂ. ഇതിലൊരു പച്ച കുപ്പി കണ്ടോ, ആ കുപ്പി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ശേഷം ഈ വീഡിയോയിലേക്ക് വരൂ. ഇതിൽ കണ്ടോ അപർണ ആ പച്ചക്കളിയും കൂടെ നിൽക്കുന്നത് എവിടെയാ? ആ മലയിൽ തന്നെ. ഇവള് അരയിൽ ഉടുത്തേക്കുന്ന ഈ ഷർട്ട് കണ്ടോ? ഈ ഷർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഷർട്ട്, ഈ ക്രൗഡ് കിടോ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഒരു റീല് കണ്ടോ? ഒരുപക്ഷെ അവൾ ആ ഷർട്ട് അരയിൽ കെട്ടിയതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഈ ബനിയെ മാത്രമായിട്ട് റീൽ ചെയ്തിട്ടുണ്ടാവുക. എജാതി പറ്റിപ്പേരും ഉടായ്പും കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുക. ഇവർ ഒരുമിച്ചല്ല അല്ലേ? സത്യത്തിൽ ഇതാണ് ഗൈസ്, അവർക്ക് പോലും അറിയില്ല അവർ ഒരുമിച്ചാണ് എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ, അവർ ഒരുമിച്ചാണ് എന്നുള്ളത്. ഏതോ രാജുപറ്റ് ഗീജുപറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുക്കി, പല്ലു ഫാമിലിൻ്റെയൊക്കെ ചാനൽ പോയതുകൊണ്ടായിരിക്കും അതൊക്കെ മുക്കി. അതാ വഴി പോട്ടെ. നമ്മൾ പറയാൻ വന്ന അതല്ല. എന്തോരം കരച്ചിൽ, എന്തോരം പിഴിച്ചിൽ, സാഡ് സ്റ്റോറി രണ്ടാളുടെ ഇൻസ്റ്റയിൽ കേട്ടോ കോമൺ ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി ഇവർ പറ്റിച്ച് ആൾക്കാരുടെ അടുത്ത് വ്യൂസ് ആക്കി, സെൻറ്റിമെൻറ്റ്സ് കൈപ്പറ്റി. പക്ഷെ അവർ ഒരുമിച്ചാണ്, പക്ഷെ അത് അവർക്ക് അറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. അവർ ഒരുമിച്ചാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നില്ലായിരിക്കും, ബ്ലൈൻഡ് ആയിരിക്കും. ഒരാളെ മാത്രം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൂക്കേട്, ബ്ലൈൻഡ് സൂക്കേടെ. ഇനിയിപ്പം ആളുകൾ സമൂഹം എങ്ങനെ എന്നുള്ള റീലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. കാരണം പുള്ളിക്കാരിയല്ല ആ ഗുരുവായൂരുള്ളത്. നമുക്ക് അപർണ കെ ഷാജീനെ പോലെയുള്ള വേറെ ഏതോ ഒരു അപരത്തിയാണ്. നിങ്ങളെല്ലാവരും കൂടെ തെറ്റിദ്ധരിച്ച് ആ പെണ്ണിനെ നെഞ്ഞത്തോട്ട് കയറരുത് പ്ലീസ്. എജാതി പറ്റിപ്പീരിന് കയ്യും കാലം വെച്ച ആൾക്കാർക്ക് ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയാനും പറ്റിക്കാനും പറ്റുമോ? അതും ഇത്രയും സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും ആൾക്കാരും കണ്ടുകൊണ്ട് നിൽക്കേ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, റീലെടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. ഈ പച്ചക്കളി ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഇടയിലെ മീഡിയേറ്റർ. അവർ തമ്മിൽ ഒരുമിച്ചുള്ള റീൽ എല്ലാത്തിലും ഇവളുണ്ട്. ഇവള് മാത്രമേ കോസ്റ്റ്യൂം മാറത്തുള്ളൂ. അവരുടെ രണ്ടുപേരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വേറെയാണ്. അതിന് വേറൊരു ഉദാഹരണം കാണിച്ചാൽ ഈ ബീച്ചിലെ ഈ റീല്, ഇവളും ഇവനും കൂടെ ബീച്ചിൽ കിടന്ന് കാണിക്കുന്ന ഈ റീല്, അതേ സാധനം ഇതേ ഡ്രസ്സിൽ ആ പച്ചക്കിളിയുടെ കൂടെ അപർണ കെ ഷാജി സെയിം ബീച്ചിൽ കിടന്നിട്ട് മെഴുകുന്ന വീഡിയോ ആണ് ഇത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒരുമിച്ചാണ് എന്ന്. എന്താണ് ബായ്? ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാവോ? അതിന് പറ്റിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇനിയിപ്പോൾ കരയാനും മെഴുകാനും പുതിയ കണ്ടന്റ് ഇറക്കാനും പുതിയ കാര്യം കിട്ടില്ലേ? സമൂഹം ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ആളുകളെ എങ്ങനെ നോക്കിക്കാണുന്നു, ഡബിൾ മീനിങ് അടിക്കുന്നു, വിലയിരുത്തുന്നു. കൊള്ളാം മക്കളെ, കൊള്ളാം. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഒരുപാട് നെഗറ്റീവ് കയറിയിട്ടുണ്ട്. കയറട്ടെ, ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ വരും. നേരെ വേണം എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. നിങ്ങൾ തമ്മിൽ റിലേഷനിലല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്കിലും ആൾക്കാരോട് പറഞ്ഞുകൂടെ? അല്ലാണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പും ഇല്ല, റിലേഷനും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചല്ലാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും പോയി നിന്ന് ഒപ്പരം കാണി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് മുഴുവൻ, ആ ഒരു ബ്രേക്കപ്പിന് ശേഷം ഇൻസ്റ്റാഗ്രാം റീൽസ് മുഴുവൻ അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണെന്ന് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റും. എനിക്ക് ആ പുള്ളിക്കാരിനോട് വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കരച്ചിലും പിടിച്ചിലും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഇറക്കലും ആൾക്കാരുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റലും പിന്നെ അവരെ വട്ടത്തിൽ മൂഞ്ചിക്കുന്ന പരിപാടിയില്ലേ, അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എന്തായാലേ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം തന്നെ. ഇനി ഇതുപോലുള്ള കരച്ചിൽ നാടകങ്ങളും പ്രതീക്ഷിക്കുന്നു. കുറച്ചും കൂടെ മോർ ഇമോഷൻ അതും കൂടെ ഇടണം കേട്ടോ, എന്നാലേ ഏക്കുള്ളൂ. ഇനി അങ്ങോട്ട് ന്യായീകരിച്ച് വെളുപ്പിക്കും. ആൾക്കാർക്ക് വിശ്വാസം വരണ്ടേ. വെളുപ്പിക്കൽ കഴിയുമ്പോൾ ഒന്ന് അറിയിക്കുക. വെളുപ്പിക്കൽ ഏറ്റിട്ടില്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോസ് വഴി വീണ്ടും ഒന്ന് വെളുപ്പിക്കാം.